ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവവചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. ഇന്നത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകം ദൈവം പുതിയ നിയമ സഭയ്ക്ക് നൽകുന്നതായ ദൈവത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകൾ ഒന്നാണ്. ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഭയ്ക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധമായ അറിവുകളും ഇല്ലാതിരുന്നപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ദൈവം തന്റെ സഭയ്ക്ക് ഭാവിയെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നൽകുകയാണ്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് ദൈവം നൽകുന്നതായ ദൈവത്തിന്റെ ദൂതാണ്. ഓരോ സഭകൾക്കും ദൈവം ദൂത് നൽകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. വാസ്തവത്തിൽ ഇത് ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് മാത്രം കാണുന്നതായ ഒരു പ്രത്യേക ആലോചന അല്ല, മറിച്ച് യേശു കർത്താവും യേശുവിന്റെ പ്രഭാഷണങ്ങൾക്കിടയിൽ ചില സന്ദർഭങ്ങളിലെല്ലാം ഈ ഒരു പ്രത്യേക പദം കർത്താവ് ഉപയോഗിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണാനായി കഴിയും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, 13-ാം അധ്യായം 9-ാമത്തെ വാക്യം, 13-ാം അധ്യായത്തിൽ തന്നെ 43-ാമത്തെ വാക്യം, ഇവിടെ എല്ലാം തന്നെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. അനുദിന ജീവിതയാത്രയിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വേറെ തരത്തിൽ പറഞ്ഞാൽ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളിലൂടെ ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ കേൾക്കുന്ന സന്ദേശങ്ങൾ എത്രത്തോളം നമ്മൾ വിലയിരുത്തുകയും ദൈവത്തിന് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് നമ്മുടെ കാതുകളെ നമ്മൾ കൂർപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് കിട്ടുന്നതായിട്ടുള്ള മറുപടി എല്ലാവരിൽ നിന്നും ഒരുപോലെ ആയിരിക്കാനായിട്ട് സാധ്യതയില്ല. ഞാൻ പറയട്ടെ, എന്തൊക്കെ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ മധ്യത്തിൽ നമ്മോട് ചിലത് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ദൈവം നമുക്ക് ഈ കാതുകൾ തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം കേൾക്കാനല്ല, മറിച്ച് ദൈവത്തിന് നമ്മോട് ചിലത് പറയാനുണ്ട്. ആ ദൈവത്തിന്റെ ആലോചനകൾ നമ്മുടെ കണ്ണും നമ്മുടെ ഹൃദയവും അടച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് ആ ശബ്ദത്തിന് വേണ്ടി ചെവി കോർക്കാനാണ്, അല്ലെങ്കിൽ ചെവി കൊടുക്കാനാണ് ദൈവം തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ ചെവി കോർത്താൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന അത്ഭുതകരമായ ആത്മീക മർമ്മങ്ങളെ ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് പണിതുയർത്തുവാനും കഴിയും. വേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നുണ്ട്. ദൈവം മനുഷ്യരോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഏദൻ തോട്ടത്തിൽ മനുഷ്യനോടൊപ്പം സംഭാഷിക്കാനും കൂട്ടായ്മ പങ്കുവയ്ക്കാനും ഇറങ്ങി വരുന്നതായ ഒരു ദൈവത്തെയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ്. ആ ശബ്ദം കേട്ടതായിട്ടുള്ള ദൈവത്തിന്റെ ജനം ഭയപ്പെട്ടു പോയി.
അതുകൊണ്ട് തന്നെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനങ്ങൾ മോശയോട് പറയുന്നു, ഞങ്ങൾക്ക് ആ ശബ്ദം ഇനി കേൾക്കാനായിട്ട് കഴിയില്ല. ആ ശബ്ദം ഞങ്ങൾ കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് നീ തന്നെ ഈ ശബ്ദം കേട്ടിട്ട് ഞങ്ങളോട് നീ സംസാരിച്ചാലും. അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം ഭയപ്പെട്ടതായ മനുഷ്യൻ ദൈവം മനുഷ്യരിലൂടെ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ ആലോചനകൾ പിൽക്കാലത്ത് ദൈവത്തിന്റെ ജനത്തിന് കൊടുത്തു. ആരാണ് ഒരു പ്രവാചകൻ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ നാവായിരുന്നു കൊണ്ട് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് ഒരു പ്രവാചകൻ. അപ്പൊ ദൈവം പ്രവാചകന്മാരെ ദൈവത്തിന്റെ നാവായി തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ ആലോചനകൾ ദൈവം പ്രവാചകന്മാരിലൂടെ തന്റെ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. വേദപുസ്തകത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വരികയാണ്. ദൈവം മനുഷ്യനായി വെളിപ്പെട്ടിട്ട് ദൈവം മനുഷ്യരോട് സംസാരിക്കുകയാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു. യേശു കർത്താവ് തന്റെ സഭയോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ്. യേശു കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതായിട്ടുള്ള കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം മുഴുവൻ. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് ദൈവത്തിന്റെ സഭയോട് ദൈവം സംസാരിക്കുന്നത് തന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇന്ന് ദൈവം ലോകത്തോട് സംസാരിക്കുന്നത് തന്റെ ദാസന്മാർക്ക് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിന്റെ ആലോചനകളാണ്. അതുകൊണ്ട് തന്നെ ദൈവശബ്ദം നിലച്ചുപോയ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. മറിച്ച് ദൈവശബ്ദത്തിന് കാതു കൊടുക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ മക്കളോട് ഇന്നും സംസാരിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്താണ് ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ സഭയോട് പറയുന്നത്? നോക്കണം, ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് പറയുന്ന ഒരു കാര്യം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ വരികയും നിന്റെ നിലവിളക്കിനെ ഞാൻ ആ സ്ഥിതിയിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യുമെന്ന് ദൈവാത്മാവ് എഫെസോസിലെ സഭയോട് സംസാരിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവാത്മാവിന് നമ്മോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നീ മാനസാന്തരപ്പെടുക. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മനുഷ്യൻ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ മനുഷ്യരോട് പറയാനുള്ള പ്രധാനപ്പെട്ട ദൂതുകളിൽ ഒന്ന്. ദൈവത്തോട് അടുത്തു വരിക, മാനസാന്തരപ്പെടുക. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ? മാനസാന്തരത്തിന് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മടങ്ങി വരിക എന്നുള്ളതാണ്. അപ്പം നമ്മോട് പഠിപ്പിക്കുന്നത് എന്താണ് മാനസാന്തരം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ദൈവിക കൂട്ടായ്മയിലേക്കുള്ള മനുഷ്യന്റെ പോക്കാണ് മാനസാന്തരം. ദൈവം എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീ എവിടെയാണോ വീണുപോയത് ആ വീണുപോയ ഇടത്തേക്ക് തന്നെ നീ മടങ്ങിച്ചെല്ലുക. അങ്ങനെ നീ മടങ്ങിച്ചെല്ലുമ്പോൾ നിന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു ധനാഢ്യനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു ഭാര്യയും നല്ല ആരോഗ്യമുള്ള 2 മക്കളും ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തില് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, നല്ല സമ്പത്തുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് യാതൊരു വിധമായ സ്വസ്ഥതയും ഇല്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ
മദ്യപാനത്തിന് അടിമയായി ദുർനടപ്പുകാരനായിട്ട് ധൂർത്തനായി ജീവിക്കുവാനായിട്ട് തുടർന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യനോട് പല ആളുകള് ദൈവത്തിന്റെ വചനം പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് മടങ്ങി വരാനായിട്ട് കഴിഞ്ഞില്ല. സൺഡേ സ്കൂളിൽ പഠിച്ചതായിട്ടുള്ള പാഠങ്ങളും ദൈവവചനങ്ങളുമെല്ലാം അദ്ദേഹത്തിനൊരു പഴഞ്ചൻ ചിന്താഗതിയായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഈ ദൈവത്തിന്റെ വചനമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതുകൊണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഒരു കടൽക്കരയിൽ ചെന്നിരിക്കുകയാണ്. ഒരു പാറകൾ കൊണ്ട് നിറഞ്ഞതായ ഒരു കടൽക്കരയിൽ ചെന്ന് ആ പാറയുടെ മുനമ്പിൽ ഇരുന്നിട്ട് പറയുകയാണ്, അല്ലയോ മഹാസമുദ്രമേ, നിന്നിൽ നിന്ന് ഉയർന്നു വരുന്നതായി തിരമാലകൾ പോലെ എന്റെ ജീവിതവും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. തിരമാലകൾ പോലെ എന്റെ ജീവിത പ്രശ്നങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് ചിന്തിച്ച് മരണത്തെ മുഖാമുഖമായി കണ്ട മനുഷ്യൻ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആ ഇരിപ്പിൽ പന്തി കേട്ട് തോന്നിയതായ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, മകനെ, നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ നീ മടങ്ങി പോവുക. നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ നീ മടങ്ങി പോവുക. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചിന്തിക്കാനായി തുടങ്ങി. എവിടെ നിന്നാണ് ഞാൻ വന്നത്? ഞാൻ ഇവിടെ എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി. ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ എവിടെയാണോ താൻ നഷ്ടപ്പെട്ടു പോയത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോയി എന്നാണ് ആ സംഭവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ പരാജയത്തിനും കാരണം, മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതായിട്ടുള്ള ചിലതുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? നീ എവിടെയാണോ വീണുപോയത് അവിടേക്ക് നീ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പ് മനുഷ്യന് ദൈവവുമായിട്ടുള്ള ഒരു നിത്യമായ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ നിന്നുള്ള മനുഷ്യന്റെ അകൽച്ച പാപത്തിന് കാരണമായി ദൈവത്തിൽ നിന്ന് തന്നെ അകലുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു സംഗതി, ദൈവിക കൂട്ടായ്മയിലേക്ക് നീ മടങ്ങിപ്പോകുക. ദൈവിക കൂട്ടായ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നല്ല തുടക്കത്തിന് കാരണമായി തീരുന്നത്. ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക്, ദൈവിക സാന്നിധ്യത്തിലേക്ക് മടങ്ങി ചെല്ലുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ലൂക്കോസ് വിശേഷം 15-ാം അധ്യായം അതിന്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, അപ്പനിൽ നിന്ന് അകന്നുപോയ മകൻ ദൂരെ സകലവും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന്. അവൻ എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ അപ്പൻ അവന്റെ കുറവുകളെ ഉണർത്തിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് അപ്പൻ അവനെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്, അവനെ മകനായി തന്നെ കൈക്കൊള്ളുകയാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്നും നമ്മെ കാത്തിരിക്കുകയാണ്. എന്റെ മക്കള് എപ്പോ എന്റെ പാദത്തിലേക്ക് മടങ്ങി വരും, എന്റെ ആലോചനകൾക്ക് ചെവി കൊടുക്കുമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ദൈവാത്മാവ് ഇന്നും തന്റെ ജനത്തെ വിളിക്കുകയാണ്, മടങ്ങി വരിക. നഷ്ടപ്പെട്ടു പോയ ദൈവിക കൂട്ടായ്മയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ദൈവിക സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്ന് ദൈവം തന്റെ ദൂതൻ മുഖാന്തരം തന്റെ മക്കളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആ ശബ്ദത്തിന് ചെവി കൊടുക്കാനായിട്ട് കഴിയുമോ? കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നമുക്ക് മടങ്ങി ചെല്ലാനായിട്ട് കഴിയുമോ? ആത്മാവ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, അങ്ങനെ മടങ്ങി വരുന്ന ദൈവത്തിന്റെ മക്കൾക്ക് നിത്യജീവൻ ദൈവം കൊടുക്കും. അതായത് ഏതനിൽ നഷ്ടപ്പെട്ടു പോയതായ ആ ജീവവൃക്ഷത്തിന്റെ ഫലം അവന് തിന്മാനായി കൊടുക്കുമെന്നാണ്. മടങ്ങി വരുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് നിത്യജീവന്റെ അനുഭവമാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നീ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക. നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധത്തിലേക്ക് നീ മടങ്ങി വരുമ്പോ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും, നിന്റെ കണ്ണുനീര് തുടയ്ക്കപ്പെടും, നിന്റെ ആകുലതകൾ മാറും, നിന്റെ ജീവിതം വെളിച്ചമുള്ളതായി മാറും.
നമുക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കാമോ? എവിടെയാണ് എനിക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയത്? ആ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് മടങ്ങിപ്പോകാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ, ആമേൻ.